ഇതിന്റെ ആൻസർ എന്താന്ന് പറയാമോ? എന്നുവെച്ചാൽ നമ്മുടെ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് ആണെന്ന് കരുതിക്കോളാം. അത് ശരിക്കും ഒരു 330 ആ ഇൻഡെക്സ് എത്തിയെന്ന് വെച്ചോ. വാട്ട് ഡസ് ദിസ് മീൻ? ദിസ് മീൻസ് ദാറ്റ് ദ പ്രൈസ് ഓഫ്, നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട ഇൻഡെക്സ് അല്ലേ, എല്ലാ ഗുഡ്സും വരില്ല. അപ്പോൾ ഓൾ ഐറ്റംസ് എന്നുള്ളത് നമുക്ക് വെട്ടാം അല്ലേ. പിന്നെ പ്രൈസ് ഓഫ് സെർട്ടൺ സെലക്ടഡ് ഐറ്റംസ് ഹാവ് ഗോൺ അപ് ടു, അതിനകത്തൊരു പ്രശ്നം, നമ്മൾ ഇതിനകത്തൊരു ഈ ഐറ്റംസിന് നമ്മൾ ഒരു വെയിറ്റ് അസൈൻ ചെയ്യും. ഈ വെയിറ്റ് അസൈൻ ചെയ്യുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ പ്രൊഡക്റ്റിനും ഒരേ ഇമ്പോർട്ടൻസ് അല്ല ഒരു എക്കണോമിയിൽ. അപ്പോൾ നല്ല ഇമ്പോർട്ടൻസ് ഉള്ളത് നമ്മൾ കൂടുതൽ വെയിറ്റേജ് കൊടുക്കും. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സിൽ ഫുഡ് ആൻഡ് ബിവറേജസിന് വെയിറ്റേജ് കൂടുതല. വൈ? ബിക്കോസ് ഇറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ്. അതിനാണ് നമ്മൾ കൂടുതൽ വെയിറ്റേജ് കൊടുക്കുക. സോ ഹോൾസെയിൽ പ്രൈസ്, ഹോൾസെയിൽ ആകുമ്പോഴോ വി ആർ ഗിവിംഗ് മോർ ഇമ്പോർട്ടൻസ് ടു മാനുഫാക്ചറിങ് പ്രൊഡക്ട്സ്, റൈറ്റ് അല്ലേ? അപ്പോൾ അതെന്തുകൊണ്ടാണ്? അതിന്റെ ഇമ്പോർട്ടൻസ് അനുസരിച്ച് നമ്മൾ അതിനൊരു വെയിറ്റ് അസൈൻ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് മനസ്സിലാക്കേണ്ട എന്താ, അപ്പോൾ വെയിറ്റഡ് മീൻ ആ ഒരു കോൺസെപ്റ്റുവൽ ക്ലാരിറ്റി ഉണ്ടോ എന്നാണ് ആ ക്വസ്റ്റ്യൻ നമ്മളിൽ നിന്ന് ടെസ്റ്റ് ചെയ്യുന്നത്. ക്ലിയർ അല്ലേ?